പറയാൻ പോകുന്നത് സഫേനെ പറ്റിയാണ്. ആൻഡ് ആസ് ഐ സെറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇടുമെന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇന്നലെ ഇടാൻ വെച്ച വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിരുന്നാൽ പോലും എന്നെ സൈബറിൽ നിന്ന് കുറേ പേര് വിളിച്ചു. സൈബർ ക്രൈം, സൈബർ ആലുവ SI, പിന്നെ പോലീസ് സ്റ്റേഷൻ SI, CA ആരൊക്കെയോ എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ലൈക്ക് കുട്ടി മരിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ വീഡിയോ ഇടുവാണെങ്കിൽ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കുട്ടിയോടാണ്, ഈ യുവതിയോടാണ്. റമദാൻ മാസമായിട്ട് ഞാൻ വളരെ സൗമ്യമായ ഭാഷയിൽ ഈ വീഡിയോയിൽ സംസാരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ മാന്യത എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ പടച്ചോൻ്റെ കൃപാകടാക്ഷം കൊണ്ട് റമദാൻ മാസത്തിൽ തന്നെ ഞാൻ ഈ വീഡിയോ മൊത്തം എടുത്ത് തീർക്കും. ബിക്കോസ് എനിക്ക് എൻ്റെ ആ ഒരു മോശമായ സൈഡ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ദീനപരമായി ഇങ്ങനെ ഇരുന്നാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഈ യുവതി 20K ഒരു അക്കൗണ്ട് ഇപ്പം പടച്ചുയർത്തിയിട്ടുണ്ട്. എന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരിക്ക് അയച്ച ചാറ്റ് അതിലിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് പുള്ളിക്കാരിക്ക് ഞാനൊരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് പെട്ടെന്ന് തോരാ ടു ഗോ ആൻഡ് ഡൈ. വൈ? എന്തിന്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഈ പേടിക്കുന്നത്? ഒരാൾ വീഡിയോ ഇടുമെന്ന് പറയുമ്പോൾ ഇത്ര പേടി എന്തിനാണ് സഫ? എന്തിനാണ് ഈ സൈബറിലൊക്കെ വിളിച്ചിട്ട് ഇത്ര സീൻ ഉണ്ടാക്കുന്നത്? ഇത്രയും ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ, ആൾക്കാരുടെ മുന്നിൽ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇത്രയും പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇത്ര പേടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം സഫയുടെ കാര്യം ഞാൻ എന്തായാലും പറയുമെന്ന് വിചാരിച്ച് തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും പറഞ്ഞിരിക്കാം. ഇപ്പം എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ പറയും. നമ്മളില്ലാത്ത കാര്യം ഒരാളെ പറ്റി പറഞ്ഞാലേ അതിന് പ്രശ്നമുള്ളൂ. നമ്മളുള്ള കാര്യം തെളിയിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ആൻഡ് സോഷ്യൽ മീഡിയ